അപ്പോൾ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് നമ്മുടെ 2.1 ആംപ്ലിഫയർ ബോർഡ്. ഓക്കെ ഗായ്സ്, ഇതിൻ്റെ മാർക്കറ്റിൽ പ്രൈസ് വരുന്നത് വെറും 280 രൂപയാണ് ഗായ്സ്. അപ്പം വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു പവർ ഔട്ട്പുട്ടും തരുന്ന ഒരു ആംപ്ലിഫയർ ബോർഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ TDA 2030 IC വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ്. ഓക്കെ, അപ്പം 3 ചാനൽ ഔട്ടാണ് ഇതിന് വരുന്നത്. അതായത് ലെഫ്റ്റ് റൈറ്റും അതുപോലെ തന്നെ സബ്വൂഫറിനും വേണ്ടിയിട്ടുമാണ് ICകൾ വരുന്നത്. അപ്പം ഓരോ ICയും 18 വാട്ട്സ് ഔട്ട്പുട്ട് തരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു വർക്ക് നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. ഇതിൽ നമുക്ക് ഏതാണ്ട് ഒരു 6 ഇഞ്ച് വരെ നമുക്ക് ഒരു സബ്വൂഫർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 8 ഇഞ്ചിൻ്റെ ആയതുകൊണ്ട് ഞാൻ 8 ഇഞ്ച് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോഴും 8 ഇഞ്ച് കണക്ട് ചെയ്യുമ്പോൾ നല്ലൊരു പവർ ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പം ഇത് വർക്ക് ചെയ്യുന്നത് 12012 3 ആംപിയറിലാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ ബാസിൻ്റെ പൊട്ടൻഷ്യോമീറ്ററും അതുപോലെ തന്നെ സബ്വൂഫറിൻ്റെ ഔട്ടും വരുന്നത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലായിട്ട് സ്പീക്കർ ചാനലിൻ്റെ ഔട്ടാണ് വരുന്നത്. അതായത് സെൻറ്റർ കാണുന്ന പിന്നാണ് ഇതിൻ്റെ ഗ്രൗണ്ട്, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടുള്ളത് ലെഫ്റ്റ് റൈറ്റ് പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ സൈഡിലാണ് നമ്മൾ AC ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, 12012 3 ആംപിയർ. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വലത്തെ സൈഡിലായിട്ട് നമുക്ക് കാണാം 5 വോൾട്ടിൻ്റെ റെഗുലേറ്റിംഗ് IC വെക്കുന്ന ഒരു ഭാഗം. ആ ഒരു റെഗുലേറ്റിംഗ് IC നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ കൂടെ അവൈലബിൾ അല്ല. നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു പോർട്ട് അവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ബാസിൻ്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സബ്വൂഫറിൻ്റെ ഫിൽട്രൈസിങ് കാര്യങ്ങളും. പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഓഡിയോ ഇൻപുട്ട് നമ്മൾ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ബോർഡിനെ പറ്റി പറയാനുള്ളത്. അത്യാവശ്യം നല്ലൊരു കമ്പോണൻസും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമുക്ക് ഈ ഒരു 2.1 ആംപ്ലിഫയർ ബോർഡ് നിർമ്മിച്ച് തന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഹീറ്റ് സിങ്ക് വലിയ ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ്ക് ഒന്നും അല്ല തന്നിരിക്കുന്നത്. കാരണം അത്രത്തോളം ചൂട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് സിങ്ക് ഇതിൽ നമുക്ക് വെച്ചിരിക്കുന്നത്. ഗൈസ്, അതുപോലെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പീക്കർ ഔട്ടിൻ്റെ അതായത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യോമീറ്റർ വെക്കാനുള്ള ഒരു സൗകര്യം ഈ ഒരു ബോർഡിൽ ഇല്ല എന്നുള്ളതാണ്. സബ്വൂഫറിന് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിനു വേണ്ടി നമ്മുടെ സിഗ്നൽ ഇൻപുട്ടിൻ്റെ ഭാഗം അതായത് ICൻ്റെ സിഗ്നൽ ഇൻപുട്ടിൻ്റെ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട്. നല്ലൊരു 2.1 ആംപ്ലിഫയർ ബോർഡാണെന്ന് തന്നെ പറയാം. പിന്നെ എൻ്റെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്ര വലിയ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എൻ്റെ PCB ഒന്നും അത്ര തിക്കായിട്ടുള്ള PCBയിലല്ല തരുന്നത്. പക്ഷേ 250 രൂപ വിലയിൽ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളി ആംപ്ലിഫയർ ബോർഡ് തന്നെയാണ് ഇത് 2.1. അപ്പം ഏതെങ്കിലും ഹോം തിയേറ്റേഴ്സൊക്കെ കേടായി പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 250 രൂപ ചിലവിൽ നമുക്ക് തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ആംപ്ലിഫയർ ബോർഡാണ്. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പം നമുക്കിനി ആ ഒരു വർക്കിലേക്ക് പോകാം. പിന്നെ ഗൈസ് പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം വളരെ വൃത്തിയായിട്ട് ചെയ്യുക. ഓക്കെ, വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. അപ്പം എൻ്റെ ഒരു റെസിസ്റ്റർ നൈസായിട്ടൊന്ന് കത്തിപ്പോയി. അപ്പം നിങ്ങൾ വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം വളരെ കെയർഫുള്ളായിട്ടും വൃത്തിയോടെയും വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സോങ് പ്ലേ ചെയ്ത് നോക്കാം.